ദാർശനികനും ഇന്റഗ്രൽ ബുക്ക് സ്ഥാപകനുമായ ശ്രീകാന്തിന്റെ പേരിലുള്ള മൂന്നാമത് സ്മൃതി പുരസ്കാരം പി കെ ശ്രീധരന്. പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർ പുരസ്കാരം സമർപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ലക്ഷ്മി മൂലക്കണ്ടത്തിന്റെ പ്രാർത്ഥനാഗീതത്തോടെയാണ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ദാർശനികനും ഇന്റഗ്രൽ ബുക്ക് സ്ഥാപകനുമായ ശ്രീകാന്തിന്റെ മൂന്നാമത് സ്മൃതി ദിനാചരണ പുരസ്കാര വിതരണ പരിപാടിക്ക് തുടക്കമായത്. രാധാകൃഷ്ണൻ നരിക്കോട് ദീപപ്രോജ്വലനം നടത്തി. തുടർന്ന് ഇന്റഗ്രൽ ബുക്സ് ചെയർമാൻ ഡെന്നി അമൃതഗിരിയുടെ അധ്യക്ഷതയിൽ ആധ്യാത്മിക സാംസ്കാരിക പ്രഭാഷകൻ ബാലൻ മാസ്റ്റർ പരപ്പ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 41 ദിവസത്തെ കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനത്തിലൂടെ ഈ പമ്പയുടെ ഇരുളും കുളിരും അതിന്റെ ശാലീനതയും ആസ്വദിച്ചുകൊണ്ട് ഭക്തിയോഗത്തിന്റെ പ്രതീകമായിട്ടുള്ള പമ്പയിൽ കുളിച്ചുണ്ട് ഈ നീലിമലയും കരിമലയും ഒക്കെ കയറി സന്നിധാനത്തിലെത്തുമ്പോൾ അവിടെ 18-ാം പടിയും കയറുന്ന നമ്മളെ നോക്കി നിൽക്കുന്ന വെണ്ടക്കക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുള്ള തത്വമസി, അല്ലയോ സ്വാമി, ഇത്രയും കാലം ദിക്കിലും വിധിക്കിലും നീ അലഞ്ഞു തിരിഞ്ഞത് ഏതൊരു ഈശ്വരനെ കാണാനാണോ? ആ ഈശ്വരൻ ഇതാ നിന്റെ ഉള്ളിൽ തന്നെ എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം തത്വമസിയെ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ശബരിമല യാത്രയിലൂടെ ഒരു ഗുരുസ്വാമിയുടെ കൂടെ എങ്ങനെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്, ആ ഒരു ഗുരുവിന്റെ സ്പർശത്തിലൂടെ, ആ ഒരു ഗുരുവിന്റെ സാന്ത്വനത്തിലൂടെ, ചേർത്തുനിർത്തലിലൂടെ ശബരിമലയുടെയും കരിമലയുടെയും പൈലിമലയുടെയും ഒക്കെ അഴുതയുടെയും അവിടെ പറയുന്ന എല്ലാ പുണ്യസ്ഥലങ്ങൾ സങ്കേതങ്ങളുടെയും സൗന്ദര്യവും അതിന്റെ പിന്നിലുള്ള ആത്മീയതയും അനുഭവിച്ചുകൊണ്ട് നിർവൃതിദായകമായിട്ടുള്ള ഒരു യാത്ര നമുക്ക് അത് വായിക്കുമ്പോൾ തോന്നുന്നുള്ളതാണ് ശബരിമലയുടെ അനശ്വര സന്ദേശം. പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർ പി കെ ശ്രീധരന് ശ്രീകാന്ത് സ്മൃതി പുരസ്കാരം സമർപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള കേന്ദ്ര സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാരെ ഇന്റഗ്രൽ ബുക്സ് ചെയർമാൻ ഡെന്നി അമൃതഗിരി പൊന്നാടയണിയിച്ച് ആദരിച്ചു. നാലപ്പാടം പത്മനാഭൻ, കണ്ണൻ പെരുമടിയൂർ, സുകുമാരൻ പെരിയച്ചൂർ, ഡോക്ടർ സി വി മനോജ്, ഡോക്ടർ മുരളീമോഹൻ, കെ വി ദിനേശ് മാവുങ്കാൽ, ആർ വേണുഗോപാൽ, വിജയാംബിക ശാസ്തമംഗലം, രമേശ് കൈതപ്പുറം, പി ഡി സുഗേഷ്, അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ, രാഘവൻ കടന്നപ്പള്ളി, കൊപ്പൽ ചന്ദ്രശേഖരൻ, പല്ലവ നാരായണൻ, വി കെ വാമനൻ നായർ, പി പി രാധിക ടീച്ചർ, രമേശൻ പുതിയകണ്ഠം, അനിൽ പുളിക്കാൽ, ശ്രീകുട്ടൻ, ഉണ്ണി കാട്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. ഇതേ വേദിയിൽ വെച്ച് ശ്രീകാന്ത് സ്മൃതിപർവ്വത്തിന്റെ പ്രകാശനവും നടത്തി. സുധാകരൻ പുറവങ്കരയുടെ സോപാന സംഗീതം, ബാലചന്ദ്രൻ കൊട്ടോടിയുടെ ഓടക്കുഴൽ വാദനം, മഹേഷ് മുന്നാടിന്റെ ഭക്തിഗാനം, വീഡിയോ പ്രദർശനം എന്നിവ പരിപാടിക്ക് പൊലിമ പകർന്നു. ശാന്തിഗീതത്തോടെയായിരുന്നു പര്യവസാനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.